ബോയ്സ് ആൻഡ് ഗേൾസ്, ഞാൻ അടുത്തൊരു ഫുഡ് ചാലഞ്ചിനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ടയിൽ. നമ്മുടെ എഡിറ്ററുണ്ട് കൂടെ. നമ്മളിങ്ങനെ ഏതൊക്കെ പത്തനംതിട്ടയുടെ കുറച്ച് ഭാഗങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. കണ്ടോ, കുറച്ച് ഗിയർസ് ഒക്കെ ഞാൻ മേടിച്ചായിരുന്നു. ഇത് ക്യാമറയുടെ എന്താണ് മൗണ്ട് ചെയ്യുന്ന ഗിയറാണ്. ഇത് ഫോൺ മൗണ്ട് ചെയ്യുന്ന ഗിയറാണ്. ഇത് രണ്ട് സെപ്പറേറ്റ് ഗിയറാണ്. ഇത് സംവെയർ അറൗണ്ട് 4500, ദിസ് ലൈക്ക് 1000, 2000 സംതിങ്, 2300. അടുത്ത വിലയാണ് പോയി ഗിയറിനൊക്കെ. ഈ ഗിയർ ഇപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്, ഞാൻ കൊച്ചി ചെയ്യുന്നുണ്ട്. ഫുഡ് ഇപ്പോൾ നമ്മളൊക്കെ അറിയാം, നമ്മൾ റോൾ ചെയ്യുന്നതാണ്. പിന്നെ ആൾക്കാർക്ക് ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ വേറെ കുറച്ച് നല്ല വീഡിയോസും വരുന്നു ഇടക്കിടക്ക്. അതിന് സമയം എടുക്കും ചെയ്യാൻ. അത്ര സത്യം പറയുവാണെങ്കിൽ എനിക്ക് കുറച്ച് വണ്ണം കൂടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഞാൻ വണ്ണം കുറയ്ക്കും. പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ മിക്കപ്പോഴും നാട്ടിലില്ലടാ. പിന്നെ ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല വീട്ടിലില്ലാത്തതുകൊണ്ട്. അതാണ് മെയിൻ ഇഷ്യൂ. എനിക്കിപ്പം ഞാൻ സത്യം പറഞ്ഞാൽ വണ്ണം വെച്ചിട്ട് ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്യാമെന്നും പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇപ്പം വണ്ണം വെച്ചുകൊണ്ട് എനിക്ക് ഓൾ ഇന്ത്യ ടൂർ പോകാൻ താല്പര്യമില്ല. അവിടെ 30 ദിവസത്തെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്യണ്ടേ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ചെയ്യാനാണെങ്കിൽ പോലും ഞാൻ നാട്ടിൽ നിൽക്കണ്ടേ? ഇങ്ങനെ ജില്ല പോകുമ്പോൾ ജിമ്മിൽ എങ്ങനെ പോകും ഞാൻ ഈ കാര്യത്തിനോട് ഞാൻ ഐ എം മുള്ളിങ് ഓവർ ദിസ് തോട്ട്. എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അത് ഈ വഴിയാണോ? അല്ല, അറ്റ്ലീസ്റ്റ് ഒരു കുറച്ച് സമയം താടാ. ഞാൻ ഇപ്പോൾ കുറേ ഫുഡ് കഴിച്ചോളടാ. എളുപ്പം എന്ന് പോയി ചോദിച്ചിട്ട് എൻ്റെ വയറ്റിലുള്ളത് അങ്ങോട്ട് പോകും. എവിടെയെങ്കിലും കുറച്ച് നേരം പോസ്റ്റാക്കി ഇട്. ഒരു അരമണിക്കൂർ റെസ്റ്റ് വേണ്ടേ? രാവിലെ ഇട്ട് കഴിച്ചോണ്ടിരിക്കല്ലേ? റിസോർട്ടിനകത്ത് റെസ്റ്റ് ചെയ്യുന്നത്. അടുത്ത റിസോർട്ട് എത്തി ബോയ്സ്, പത്തനംതിട്ടയിൽ. എന്താ റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിച്ചുറങ്ങുന്ന ബോയ്സ്. അപ്പം നമ്മൾ അടുത്ത റെസ്റ്റോറൻറ്റിലോട്ട് എത്തി. നേരത്തെ റെസ്റ്റോറൻറ്റ് നമ്മൾ കയറിയില്ല. അപ്പം രണ്ടാമത്തെ റെസ്റ്റോറൻറ്റിലോട്ട് നമ്മൾ എത്തി. ആദ്യത്തെ നമ്മൾ പോയില്ല. ഇത് നമ്മളൊരു സബ്സ്ക്രൈബറിനെ ടാഗ് ടൈപ്പ് കോമ്പറ്റീഷനിലേക്ക് കയറ്റി. അപ്പം ടാഗ് ചെയ്ത് നമ്മുടെ പുള്ളീനെ കയറ്റിയിരിക്കുകയാണ്. അവന് 17 വയസ്സ്. അവൻ പ്രതീക്ഷ പോലും ഞാൻ വിളിക്കുന്നു. അവൻ ജസ്റ്റ് ഞാൻ വെറുതെ സ്റ്റോറി ഇട്ടപ്പോൾ അവൻ ഓക്കെ പറഞ്ഞ് അവൻ്റെ വീട്ടിൽ പോയി പൊക്കി. അപ്പോൾ അവനിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ഫുള്ളൊക്കെ ഏകദേശം ഒരു തീരുമാനമായി കൊടുത്ത് ഫുഡൊക്കെ കഴിപ്പിച്ച് ഇപ്പോൾ അവനെ നമ്മൾ വീട്ടിൽ കൊണ്ടാക്കും. പിന്നെ എനിക്ക് വേറെ 1-2 കടയും കൂടി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കമ്പയർ ചെയ്യണം, അല്ല കവർ ചെയ്യണം. കണ്ടപ്പോൾ തന്നെ സന്തോഷം. ഞാൻ ഇങ്ങനെ അണ്ണനെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എങ്ങനെ പറഞ്ഞ് കരയിപ്പിക്കരുത്. ഞാൻ ഇതിലായിട്ട് അണ്ണനെ മൊബൈലിൽ ഞാൻ എത്ര ഇതും കണ്ടിട്ടുണ്ട്, കുറേ ഞാൻ കണ്ടിട്ടുണ്ട് അണ്ണനെ. ഇപ്പൊ തന്നെ ഞാൻ ആലോചിക്കുന്നു ഈ അണ്ണനെ നേരിട്ട് കാണാൻ പറ്റുമോ. ഞാൻ റാൻഡം ആയിട്ട് കണ്ടേ ബോയ്സ്. എവിടെ പെട്രോൾ അടിക്കാൻ കയറിയപ്പോ ഇവനുണ്ടായിരുന്നു. പേരെന്തുവാ? അനന്ത്. നമ്മുടെ എഡിറ്ററും കൂടെ ഉണ്ട് കേട്ടോ. അയ്യോ ബോയ്സ്, നമ്മൾ അവിടെ നിന്നൊക്കെ കഴിഞ്ഞ് പെട്രോളൊക്കെ അടിച്ച് നമ്മൾ KFC വന്നിരിക്കുകയാണ്. KFC ഒക്കെ ഇപ്പം നിർത്താൻ പോവുകയാണ്. ഫൈനലി ഞാൻ തിരിച്ച് പ്രൈമിലോട്ട് പോകും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ്. അപ്പോൾ KFC ഒക്കെ നിൽക്കും. നമ്മുടെ എഡിറ്ററാണ് കൂടെ ഉള്ളത്. പാസ്റ്ററാണ്, സകലകല വല്ലഭനാണ്. നമ്മൾ അൾട്ടിമേറ്റ് സേവിങ്സ് ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞാൻ മിക്കപ്പോഴും ഓർഡർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഗുഡ് ഫോർ മണി. എപ്പോഴും ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് ഓർഡർ ചെയ്യുന്നത് മൊജിറ്റോ ആണ്. 2 മൊജിറ്റോ, പിന്നെ അവന് മൗണ്ടൻ ഡ്യൂ. ബർഗർ പിന്നെ അവന് വേണ്ടിയ അവൻ്റെ കോളിലൊക്കെ ആയി. പെട്ടെന്ന് വളരെ ബിസി ചെറുക്കനാണ്. ബട്ട് ബോയ്സ്, I'm gonna stop drinking all this, stop eating all this. I'm gonna get to my prime. തിരിച്ച് ബോഡി സെറ്റ് ആക്കാൻ പോവുകയാണ്. കേരളത്തിൽ ഇങ്ങനെ ഒരു ഫേക്ക് നാറ്റീസ് ആണ് ഫുള്ള്. എനിക്കൊന്ന് നാച്ചുറലി ഏറ്റവും ബെസ്റ്റ് ബോഡി ഫിസിക്ക് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കും. അത് ഷോക്കേസ് ചെയ്യാൻ സമയമായിരിക്കുന്നു. പക്ഷേ ഞാനിത് വണ്ണം കൂട്ടാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ചിലവരൊക്കെ വിചാരിക്കും വണ്ണം വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാൻ അതിന് വേണ്ടിയാണ് വിട്ട് കളയുന്ന ശരീരം. സത്യം പറഞ്ഞാൽ അതായിരുന്നു റീസൺ. അല്ലെങ്കിൽ പിന്നെ ആറ്റിനുണ്ടാക്കി ശരീരം എടുത്ത് കളയേണ്ട ആവശ്യം. എത്ര നാളായിട്ട് കൊണ്ട് കിടക്കുക, എനിക്ക് കൊണ്ട് കിടക്കുക. ഞാൻ വീഡിയോക്കകത്ത് ഫുഡ് കഴിക്കത്തില്ല, കഴിപ്പിക്കാറുള്ളല്ല. ഞാൻ കഴിക്കേണ്ട ആവശ്യം പോലും ഇല്ല. എന്താണ് മണിനെ കുറിച്ച് പറഞ്ഞത്? മണിയൊന്നുമില്ല, മണിയൊന്നുമില്ല. മണിയുടെ കഥ ഉണ്ടാക്കുക. അവന്റെ വീട് ആ വെള്ള വീടാണ്. ഇത് പൊക്കത്തോട്ട് ഇവിടെ പാറപ്പൊക്കത്താണ് അവന്റെ വീട്. ഇതൊക്കെ പറയാൻ ഇവിടെ ഒന്നും കുഴിക്കാൻ പറ്റത്തില്ല. ആൽഫ്രണ്ടിന്റെ വീട്ടില് 2ാമത്തെ വ്ളോഗാണ്. ആരൊക്കെ വീട്ടിലുണ്ട്? അച്ഛനമ്മ, 2 അനിയത്തിമാർ. ഇതാണ് ആൽഫ്രണ്ട് അച്ഛൻ. അച്ഛനെ കുറിച്ച് 2 വാക്ക്. 2 വാക്കിൽ ഒതുക്കിയ. ഇതാണ് ആൽഫ്രണ്ട് റൂം. ഇതവൻ്റെ സിസ്റ്റം. അത് അടിച്ചു പോയി. പിന്നെ ഇത് മോണിറ്റർ ഇപ്പം എന്തുവാണ് സാംസങ്ങിൻ്റെ അവിടെ നിന്ന് സർവീസ് സെൻ്ററിൽ നിന്ന് കൊണ്ടുവന്നേ ഉള്ളൂ. അതിന് പച്ച വരയൊക്കെ വരുന്നത്. പച്ചയും പല കളർ വരയും വരുന്നുണ്ട്. ഇതിപ്പോൾ മാറ്റി തന്ന് പുത്തനാണെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ഓണാക്കുമ്പോൾ അറിയാം. ഇവൻ അച്ഛൻ 2 വാക്കിലവൻ എൻ്റെ അച്ഛനെന്ന് പറഞ്ഞു. പക്ഷേ അച്ഛൻ ശിരസ്താറാണ്, ജഡ്ജിയുടെ ജസ്റ്റ് അടിയിൽ. എന്നുവെച്ചാൽ കോർട്ടിൻ്റെ എന്താണ് മെയിൻ ഹെഡായിട്ട് വരും. ഇവനും ചിലപ്പോൾ നാളെ ഒരു വക്കീലായിരിക്കും. അതെ, എൻ്റെ കേസ് വാദിച്ച് നടക്കാൻ. വലിയ കേസുകളൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. വരുമല്ലോ, സമയമുണ്ടല്ലോ. എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. ഫുഡ് കൊറിയർ. നീയാണാ? ഓർമ്മയുണ്ട്. ഹലോ. അവനെ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് എനിക്ക് തന്നതാണ്. നോട്ട് പ്രൊമോഷൻ ബൈ ദ വേ അല്ലേ. റൂസ്റ്റർ നിനക്കൊന്നും വേണ്ടല്ലോ. ഇവൻ്റെ ഫുഡായിട്ട് നല്ല ബിസിയാണെന്ന് തോന്നുന്നില്ല.
ബോയ്സ്, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, അവർ സ്റ്റാർട്ടപ്പ് തുടങ്ങിയതാണ്. പ്രൊമോഷൻ അല്ല, എനിക്ക് പൈസ ഒന്നും പറ്റില്ല. എൻ്റെ കയ്യിലോട്ട് എനിക്ക് അറിയാവുന്നൊരു പയ്യനാണ് ഇവിടെ, എൻ്റെ ഇവിടെ ജിമ്മിലൊക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പം അവൻ പുതിയതായിട്ട് സ്റ്റാർട്ടാക്കി. അപ്പോൾ അവൻ്റെ ഇത് ട്രൈ ഔട്ട് ചെയ്യാൻ എനിക്ക് കൊണ്ട് തന്നു. അപ്പോൾ അതാണിത്. ഇത് ആലപ്പുഴ മാത്രമേ ഉള്ളൂ, അപ്പോൾ വേറെ ജില്ലയ്ക്ക് കിട്ടത്തില്ല. ആലപ്പുഴക്കാർക്ക് വേണമെങ്കിൽ ഞാൻ കഴിച്ചിട്ട് കൊള്ളാമെന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്യാം. ന്യൂട്രി വേസ് എന്ന് പറയുന്നത്. ബോയ്സ്, അപ്പോൾ ഞാൻ ഇതിനകത്ത് തുറന്നപ്പോൾ ഇതിനകത്ത് 3 ബോളാണ് കേട്ടോ ബോയ്സ് ഉള്ളത്. ഇത് എനിക്ക് തോന്നുന്നു ലഞ്ചിന് വേണ്ടിയുള്ളത്. അവക്കാഡും റൈസൊക്കെ ആയിട്ട് ചിക്കൻ്റെ പീസും ഉണ്ട് അകത്ത്. കുറച്ച് സംഭവങ്ങളുണ്ട്. ഇത് ഫ്രൂട്ട് ബോളാണെന്ന് തോന്നുന്നു. ആപ്പിളും കീവിയും അങ്ങനെ കുറേ സാധനങ്ങൾ. നമുക്കിതെല്ലാം ടേസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും. ഇനി ഇതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വെജിറ്റബിൾ സാലഡ് ടൈപ്പ് സംഭവങ്ങൾ. അകത്തൊരു ഡ്രിങ്കും ഉണ്ടല്ലോ. ഡ്രിങ്ക് വാട്ടർമെലൺ ജ്യൂസാണ്. മധുരം അത്രയ്ക്കില്ല. ഹണിയൊക്കെ ഉണ്ടല്ലോ, ഹണിയും കുറച്ച് സീഡ്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ പോലും അല്ല, പക്ഷേ എല്ലാം ഞാൻ എടുത്തെടുത്ത് കാണിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ലതെന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ കുളത്തിലെന്ന് പറയാം, വേറെ കാര്യം. അപ്പോൾ നമുക്ക് ലഞ്ച് ട്രൈ ചെയ്യാറ്. അത് കുക്കുംബർ ആയിരുന്നു, അവക്കാഡോ അല്ലായിരുന്നു. ഐ തിങ്ക് ദിസ് ഇസ് ഗ്രീൻ ആപ്പിൾ. ലെറ്റ്സ് ട്രൈ ഔട്ട് ദ ചിക്കൻ. ഇത് വലുതായിട്ട് സ്പൈസ് ഒന്നും ഇടാതെ അങ്ങനെ കോംപ്ലിക്കേറ്റ് ഒന്നും ആക്കുന്നില്ല കണ്ട. ഇത് കൊള്ളാം, പക്ഷേ എത്ര രൂപയാണ് അതനുസരിച്ചായിരിക്കും. എനിക്കിതിൻ്റെ വില അറിയത്തില്ല. ഹെൽത്തി ആയിട്ട് നോക്കിയാൽ നല്ലതാണ്. നിങ്ങൾ ബിരിയാണി ടൈപ്പ് വൈബൊക്കെയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അല്ല. ഫ്രൂട്ട് ബോളാണ് കുറച്ച് ഹെവി ആയിട്ട് തോന്നുന്നു. ഫ്രൂട്ട് ബോളൊക്കെ എന്ത് പറയാനാണ്, ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് തന്നെ. ഇതെനിക്ക് തോന്നുന്നു സാലഡാണെന്ന്. ഞാൻ അത്രയ്ക്ക് സാലഡ് കഴിക്കുന്ന കൂട്ടത്തിലാണ്. എനിക്കതിൽ ഇഷ്ടമല്ല സാലഡ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്ക് ഇപ്പോൾ ഇത്രയും സെക്ഷന് ഞാൻ ഇത്രയും പറയുന്നതുകൊണ്ട് ആൾക്കാർ വിചാരിക്കും എനിക്ക് പൈസ തന്നെന്ന്. അതുകൊണ്ടല്ല, എന്ന് വെച്ചാൽ അവനോ അവൻ്റെ അമ്മയും കൂടെ ഉണ്ടാക്കുകയാണ്. ജനുവനായിട്ട് ചോദിച്ചു, അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ഇഷ്ടപ്പെട്ടല്ലെന്ന് പറയുമെന്ന് പറഞ്ഞായിരുന്നു. ട്രെയിനറാണ് പുറകെ നിൽക്കുന്നത് കേട്ടോ, മനസ്സിലായില്ലെങ്കിൽ. കുറേ നാളായി അവനെ കണ്ടിട്ട്. ബോയ്സ്, നമ്മൾ എന്തുവാണ്, നമ്മളല്ല, ഞാൻ എനിക്ക് ഇൻസ്റ്റയിൽ ഒരു പയ്യൻ ഇങ്ങനെ JMBക്ക് കുറേ റീലൊക്കെ ഉണ്ടാക്കുമായിരുന്നു എപ്പോഴും. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ആണ് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ്, ജൂലൈ 4th. ഞാനിപ്പോൾ തന്നെ അവൻ്റെ വീട്ടിലോട്ട് കേക്ക്, അവനെൻ്റെ നമ്പറൊന്നും ഇല്ല, അവൻ്റെ ഇപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റയിൽ തന്നെ അവൻ്റെ ചോദിച്ച് നമ്പറൊക്കെ മേടിച്ച് അവൻ്റെ വീട്ടിലേക്ക് നമുക്കൊരു കേക്ക് പറഞ്ഞു വിടാം കേട്ടോ. റാൻഡം പയ്യൻ, എനിക്ക് പേര് പോലും സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. അവൻ്റെ പേര് JMBക്ക് വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് അറിയത്തില്ല. അതുകൊണ്ട് ഇത് കേക്ക് ഓർഡർ ചെയ്യുന്നത്. ബോയ്സ്, അവന് ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് കൊള്ളാൻ തോന്നുന്നു കേട്ടോ. ഇത് 1500 എങ്ങാണ്ടാണ്. എനിക്ക് ഈ എന്തുവാണ് കേക്കിന് വൃത്തിയുടെ എണ്ണമായ ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടി തന്നെ മേടിച്ചത്. ഓപ്പൺ നല്ലതായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. എനിക്ക് ഉറപ്പില്ല ആ ഭാഗത്തുള്ള കേക്കിൻ്റെ കടയൊന്നും. അല്ല, ആർക്കെങ്കിലും കേക്ക് മേടിച്ച് കൊടുക്കുമ്പോൾ അല്ലെ വൃത്തിയുടെ ടേസ്റ്റാണ്, അതിന് സുഖമൊന്നുമില്ല. ഈ കുറച്ച് മാസങ്ങളായിട്ട് ഒടുക്കത്തെ എക്സ്പെൻഡിച്ചറാണ് ഇത്. പൈസയൊക്കെ കയ്യിൽ നിന്ന് പൊക്കോണ്ടേയിരിക്കുന്നു. ഇതിൻ്റെ ചിലർ പറയും ഇത് വെറുതെ കളഞ്ഞതായത്. ഇത് ഞാൻ വെറുതെ ആയിട്ട് പറയുന്നില്ല. ഇത് സംതിങ് ദാറ്റ് ഐ വാണ്ടഡ് ടു ഡു. എനിക്ക് ചെയ്യാൻ താല്പര്യമാണ് അതുകൊണ്ട് ചെയ്തത്. പയ്യൻ്റെ സന്തോഷം, അവൻ്റെ ബർത്ത്ഡേ. അവൻ്റെ ഫോട്ടോ കാണണേ, കാണിച്ചു തരാം. ഇതാണ് പയ്യൻ. എന്തൊരു മെസ്സേജ് വന്നല്ലോ. താങ്ക് യു ചേട്ടാ, താങ്ക് യു. അവന് കേക്ക് കിട്ടി കേട്ടാ. കേക്ക് അവൻ ഫോട്ടോ ഒക്കെ അയച്ചു തന്ന് പയ്യനൊരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് അവസാനമായിട്ട് കേക്ക് മേടിച്ചത് 11ാമത്തെ വയസ്സിലാണ്. ഇപ്പൊ എനിക്ക് 17 ആവാൻ പോകുന്നു. 5 വർഷമായിട്ട് കേക്കില്ലായിരുന്നു. ചേട്ടൻ മേടിച്ചു. താങ്ക് യു. ഒരു പാക്കേജ് വന്നിട്ടുണ്ട്. അതല്ലാതെ പിന്നെ കുറച്ച് ATM കാർഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ക്രെഡിറ്റ് കാർഡേ ഉള്ളടാ. ഇപ്പം എത്ര ക്രെഡിറ്റ് കാർഡാണ് മേടിക്കുന്നത്? എനിക്ക് ലിമിറ്റ് കൂട്ടണം. എനിക്ക് ഇത്ര പൈസ സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് ലിമിറ്റ് കൂട്ടി തരുന്നില്ല വരും. അപ്പോൾ ഇത് ബേസിക്കലി സ്ട്രീം ചെയ്യാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യും. This is for a video, man. This is chest mount. POV ഷൂട്ട് ചെയ്യാനുള്ള ചെസ്റ്റ് മൗണ്ട് ആയിരുന്നത്. പക്ഷെ ഇതല്ലായിരുന്നു ഞാനിന്ന് ഓർഡർ ചെയ്തത്. ഇത് ഇന്ന് വന്നേ. ഇതിനു മുമ്പ് ഒരു സാധനം വന്നായിരുന്നു. അതെവിടെയാണ് നോക്കട്ടെ. സ്വീറ്റ് പൊട്ടറ്റോയും പിന്നെ ഫിഷോ കഴിച്ചത്. ഇതാണ് ആ മെയിൻ സാധനം നമ്മളെ സ്ട്രീം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ഈ തമിഴിലുണ്ട്, കൊള്ളാമല്ലേ? ഇനി അത് ഒരെണ്ണം എൻ്റെ ഇല്ലാത്തേ ഉള്ളൂ, അത് ഈ ഒരു പട്ടി മാത്രം. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. യെസ്, ബെൽക്കിൻ അഡാപ്റ്റർ. എനിക്ക് തോന്നുന്നു ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും ലൈവ് സ്ട്രീം ചെയ്യാൻ. കീറിയൊക്കെയാണ് വന്നിരിക്കുന്നത്. ഫട്ടാ था वैसे जब आया तो. പുറത്തിറങ്ങി വരൂ. വീഡിയോ പ്രൂഫ് ഉണ്ട്, വർക്ക് ചെയ്യുന്നില്ല. യെസ്. ഇത് മേടിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് 4 Type C ഉണ്ട്, പിന്നെ HDMI ഉണ്ട്. പിന്നെ Type C തന്നെ ചാർജ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഐഫോണിൽ ഇത് വർക്ക് ചെയ്യില്ലെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ അപ്പം സ്ട്രീം ചെയ്ത് നോക്കിയ ആ സാധനം ഇപ്പോൾ തൽക്കാലം വർക്ക് ചെയ്യുന്നതൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഇത് കണ്ടത് ഞാൻ അനങ്ങുന്നുണ്ട്. ഞാൻ മരിച്ചിരിക്കുകയാണ് ഇവിടെ. സത്യം പറഞ്ഞാൽ ഈ ക്യാമറ വെച്ച് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഇത് തന്നെ കാണിക്കാൻ പറ്റുന്നത്. സെറ്റപ്പ് ഓൾമോസ്റ്റ് ഇങ്ങനെയാണ്, ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇനി മുതൽ ഞാൻ ഇങ്ങനെ കുറേ ദിവസത്തെ മിക്സ് ചെയ്യത്തില്ല. ഞാൻ ഒരു ദിവസത്തിൽ തന്നെ ഒരു ഫുൾ
രാവിലെ തൊട്ട് വൈകുന്നേരം. അതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തോന്നുന്നു, കമൻറ്റിൽ പറഞ്ഞേക്ക്. അപ്പോൾ അങ്ങനത്തെ വ്ളോഗ്സ് ഇനി ചെയ്യുന്നുള്ളൂ. ഓൾമോസ്റ്റ് ടൈം എത്താറായി, കണ്ടില്ല, എല്ലാ ഗിയറും ഒക്കെ അറേഞ്ച് ആയി വരുന്നു, എല്ലാ നിമിത്തം പോലെ വന്നു ചേരുന്നു. അപ്പം ഐ ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ ആപ്പിൾ. I'll see you guys next time. Take care. Peace.